ഇതാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഇടുക്കി റൂട്ടിലുള്ള കുടയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി. ഇവിടെയാണ് പാതി തട്ടിപ്പിന്റെ രാജകുമാരൻ അനന്തുകൃഷ്ണൻ ജനിച്ചതും വളർന്നതും. ഈ തട്ടിപ്പിന്റെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുള്ള സീഡ് സൊസൈറ്റി ആരംഭിച്ചതും. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ നിഷ്കളങ്കരാണ്. ഏറിയതും കർഷകരും കർഷക തൊഴിലാളികളുമാണ്. പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ അനന്തുവിന്റെ വലയിൽ വീണു. അനന്തുകൃഷ്ണന്റെ പാതിവില തട്ടിപ്പിൽ സാമ്പത്തികമായി നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളാണ് മൂലമറ്റം കൊടയത്തൂർ സ്വദേശിയായ റോബി കെ ജോർജ് നമ്മോടൊപ്പം പ്രതികരിക്കുന്നു. ഏപ്രിൽ മാസമാണ് ഞാൻ ഈ പാതിവില സ്കൂട്ടറിൻ്റെ കാര്യങ്ങൾ അറിയാനിടയായത്. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ലീന എന്ന ഒരു വ്യക്തിയാണ് ഇവിടുത്തെ മൂലയിടത്തെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഞാൻ ലീന ചേച്ചിനെ ചെന്ന് കണ്ടു. അപ്പം ലീന ചേച്ചി പറഞ്ഞു, ആദ്യം ഒരു 320 രൂപ അടച്ച് നമ്മൾ അതിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്ന്. ഞാൻ 320 രൂപ അടച്ച് മെമ്പർഷിപ്പ് എടുത്തു. അത് കഴിഞ്ഞ് റീന എന്ന ആൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ പൈസ അടയ്ക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് 2 വീലർ കിട്ടും. അങ്ങനെ പറഞ്ഞ് ഞാൻ 2 വീലറിൻ്റെ ഇത് അയ്യാട്ടുമുക്കിലുള്ള അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ട് പ്രൊഫഷണൽ ഇന്നോവേഷൻ എന്ന ഇതിൽ ഞാൻ പൈസ അടയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ് ഓരോ സമയം ചെല്ലുന്തോറും 2 മാസത്തിനകം സ്കൂട്ടർ കിട്ടുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ 2 മാസം കഴിഞ്ഞു, 3 മാസമായി. അപ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഉടനെ കിട്ടും എന്ന് പറഞ്ഞ് ഓരോ പ്രാവശ്യം ഇങ്ങനെ സമയം താമസിപ്പിച്ച് പോയി. അവസാനം എന്നാൽ പൈസ വാങ്ങിച്ചേക്കാം എന്ന് വെച്ചപ്പം ഇവിടെ ആരും ഇങ്ങനെ പൈസയുടെ കാര്യങ്ങൾ റീഫണ്ട് ചോദിക്കുന്നില്ല, അങ്ങനെ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇതിനെപ്പറ്റി എന്നാ ചെയ്യണമെന്ന് നമുക്ക് ആപ്പാടൊരു കൺഫ്യൂഷനായി. അപ്പോൾ അങ്ങനെ വന്നിരുന്നപ്പോഴാണ് ഒക്ടോബർ മാസത്തിൽ ഒരു ചെറിയൊരു കേസുണ്ടെന്ന് ഉള്ള രൂപത്തിൽ ഒരു സംസാരം ഉണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പം ഇല്ല, അത് ഇടതുപക്ഷക്കാർ 2 കോടി രൂപ ചോദിച്ചു, കൊടുക്കാത്തതുകൊണ്ട് ഉണ്ടായ സംഭവം എന്നാണ് ഇവിടെ പറഞ്ഞ് നമ്മളെയൊക്കെ വിശ്വസിപ്പിച്ച്. ഈ ഫെബ്രുവരി മാസം അനന്തിനെ അറസ്റ്റും ചെയ്തു. നമ്മുടെ പൈസ പോയ ഒരു മട്ടിലാണ്. ഇതിൽ എന്തോ ഭയങ്കരമായ ദുരൂഹതയുണ്ട്. ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ അന്വേഷിച്ചാൽ മാത്രമേ ഇത് രംഗത്ത് വരികയുള്ളൂ. ഫുഡ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്നവരാണ്. സ്വന്തമായിട്ടൊരു സ്കൂട്ടി കിട്ടിയാൽ അതിന് വരാമെന്ന് കരുതി 60,000 രൂപ അടച്ചു. 1,20,000 രൂപയുടെ വണ്ടി 60,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് അടച്ചതാണ്. പക്ഷേ അതിങ്ങനെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. ഞാനിവിടെ FCIയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇവിടുന്ന് കിട്ടുന്നത് തുച്ഛമായ ശമ്പളമാണ്. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറ്റിവെച്ച് ഉണ്ടാക്കിയ പൈസയാണ് ഇവിടെ ഈ സ്കൂട്ടിക്ക് അടച്ചത്. എനിക്ക് ഒത്തിരി ദൂരം 5-8 കിലോമീറ്റർ ദൂരം വാഹനത്തിൽ വേണം പോകാൻ. അവിടുന്ന് ഇതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം തികയുന്നില്ല. അതുകൊണ്ടൊരു ചെറിയൊരു സ്കൂട്ടി മേടിച്ചാൽ ആവും എന്നുള്ള രീതിയിൽ ഞാൻ പൈസ 60,000 രൂപ അടച്ചു. ഇപ്പോൾ ഇങ്ങനെ അയാളുടെ അക്കൗണ്ടിലേക്ക് ആയിപ്പോയി. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങളെ പെരുവഴിയിലാക്കി. ഇത് ഞങ്ങൾക്ക് മേടിച്ച് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ യാത്രാ സൗകര്യം വളരെ കുറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവിടെ ജോലിക്ക് വരുന്നത്. ഇങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ 60,000 രൂപയ്ക്ക് 1,20,000 രൂപയുടെ വണ്ടി കിട്ടുമെന്ന് ഞങ്ങളെ പ്രലോഭിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് 60,000 രൂപ മേടിക്കുകയും, പക്ഷേ ഈ 1 വർഷം ആയിട്ടും അതിൻ്റെ യാതൊരുവിധ കാര്യങ്ങളും നടന്നിട്ടില്ല. ഇപ്പോഴാണ് അത് പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. എൻ്റെ മോള് PG പഠിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് ലാപ്ടോപ്പ് 20,000 രൂപയ്ക്ക് 40,000 രൂപയുടെ ലാപ്ടോപ്പ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അതും 20,000 രൂപ അടച്ചു. അതും ഞങ്ങൾക്ക് നഷ്ടത്തിലായിരിക്കുകയാണ്. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് ഇതെല്ലാം ഈടാക്കിയ ആളെ ശരിക്കും നിയമപരമായി ശിക്ഷിക്കണമെന്നും ഞങ്ങൾക്ക് കിട്ടാനുള്ള തുക ഏത് രീതിയിലെങ്കിലും സ്വരൂപിച്ച് ഞങ്ങൾക്ക് തരണമെന്നും അപേക്ഷിക്കുന്നു. ഇതാണ് കുടയത്തൂർ പഞ്ചായത്തിലെ മലങ്കര ഡാമിൻ്റെ ജലാശയം. എൻ്റെ പുറയിൽ കാണുന്ന ആ പച്ചപ്പാർന്ന കരഭാഗമാണ് പാതി തട്ടിപ്പിൻ്റെ രാജകുമാരനായ അനന്തുകൃഷ്ണൻ വാങ്ങിയെന്ന് പറയുന്ന ഭൂമി. അങ്ങോട്ടേക്ക് ഒരു കൃത്രിമ പാലം പണിതുകൊണ്ട് അതിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ, അവർക്ക് താമസിക്കാനും അവർക്ക് സമയം ചെലവഴിക്കാനും ആവുന്ന തരത്തിൽ ഒരു റിസോർട്ട് പണിത്
ജീവിതം പച്ചപിടിപ്പിക്കുക എന്നുള്ളതായിരുന്നു അനന്തുവിൻ്റെ ലക്ഷ്യം. എവിടെയോ അറിയാതെയോ അറിഞ്ഞോ പാളിപ്പോയ ആസൂത്രണം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്ന അതിമഹത്തരമായ ആ പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കിയാണ് അനന്തുവിൻ്റെ യാത്ര തുടരുന്നത്. അനന്തുവിൻ്റെ ഗ്രാമത്തിലെ ഈ പ്രകൃതി രമണീയമായ സുന്ദരമായ ഈ പ്രദേശം വഞ്ചനയുടെയും ചതിയുടെയും നേർക്കാഴ്ചകളാകുമ്പോൾ തട്ടിക്കപ്പെടുന്ന വഞ്ചിക്കപ്പെടുന്ന മലയാള ജനത ഒന്ന് തിരിച്ചറിയണം. ഏതെങ്കിലും വസ്തു പാതിവിലയ്ക്കോ വില കുറച്ചോ കിട്ടുമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ്? അനന്തുവിൻ്റെ പാതിവില തട്ടിപ്പ് മൂവാറ്റുപുഴ പായിപ്ര പഞ്ചായത്തിലും അലയടിക്കുകയാണ്. 300-ൽ പരം വനിതകളെയാണ് സാധാരണക്കാരെയുമാണ് അനന്തു ഈ ചതിക്കുഴിയിൽ വീഴ്ത്തിയത്. ചിലർക്ക് ലാപ്ടോപ്പ് ആണെങ്കിൽ മറ്റു ചിലർക്ക് 2 വീലർ, വേറെ ചിലർക്ക് വളം, അങ്ങനെ ഗൃഹോപകരണങ്ങൾ തുടങ്ങി ഒട്ടനവധി ഉപകരണങ്ങളുടെ പേര് പറഞ്ഞാണ് അനന്തു തട്ടിപ്പ് നടത്തിയത്. ഇതിലെ വഞ്ചിതരായ ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ് ഇവിടുത്തെ 4ാം വാർഡ് മെമ്പറായ ഷാജിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ. ഷാജി നമ്മളോട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഒപ്പം ഈ ജനങ്ങൾക്കുള്ള പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. എന്തായിരുന്നു സംഭവം? നമ്മുടെ ഈ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ പായിപ്ര ഗ്രാമപഞ്ചായത്ത് ബേസ് ചെയ്താണ് ഈ തട്ടിപ്പ്. ഈ അനന്തകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ ആകെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. നമുക്ക് ആദ്യമേ കുറച്ച് വണ്ടികളൊക്കെ പകുതി വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ആദ്യ ഗഡു എന്ന നിലയിൽ ആദ്യമേ കുറച്ച് വാഹനങ്ങൾ കൊടുത്തു. അതിനുശേഷം രണ്ടാമത് ജനങ്ങളുടെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് രണ്ടാമത് ജനങ്ങളിൽ നിന്ന് ജനപ്രതിനിധികളെ ഉപയോഗിച്ചുകൊണ്ട് 60,000 രൂപ കൊടുത്തുകൊണ്ട് പകുതി പൈസ കൊടുത്ത് ബാക്കി പകുതി പൈസ CSR ഫണ്ടാണ് എന്ന് വ്യാജേന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പിന് ഇരയാക്കിയത്. മുളവൂരിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ നിർധനരായ ആളുകൾ, അവർ തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ആശാവർക്കർമാരായിട്ടുള്ള വനിതകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ സമ്പാദ്യത്തിൽ നിന്നും ചെറിയ സമ്പാദ്യത്തിൽ നിന്നും ചിട്ടി കൂടിയും അല്ലാതെയൊക്കെ സ്വരൂപിച്ച ആ ഫണ്ടാണ് ഇത് ഈ അനന്തകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് തട്ടിപ്പിന് ഇരയായിട്ടില്ല. അതിനൊരു കാരണം കൂടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പായിപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്, ബഹുമാന്യായ മുൻ പ്രസിഡന്റ് ശ്രീ മാത്യൂസ് വർക്കി പായിപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രൂപ്പിൽ ഇതേപോലെ ഓരോ വാർഡിലെയും 22 വാർഡിലെയും CDS ADS അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രചരണം നടത്തുകയുണ്ടായി. അത് പ്രചരണം നടത്തി 22 പഞ്ചായത്ത് അംഗങ്ങളുള്ള പഞ്ചായത്ത് ഗ്രൂപ്പിൽ ഇങ്ങനെ ഈ സ്കീമിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇടുകയും അത് എല്ലാ വാർഡ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാനത് എന്തുകൊണ്ടോ ഫോർവേഡ് ചെയ്തില്ല. ഫോർവേഡ് ചെയ്യാതിരിക്കാനൊരു കാരണം 60,000 രൂപയ്ക്ക് അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് ഒരു വാഹനം നൽകുക എന്ന് വെച്ചാൽ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമാണെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് തോന്നി. പോരാത്തതിന് നമ്മുടെ കേരളത്തിലുള്ള ജനത എന്ന് പറഞ്ഞത് ഏത് ലാഭം കിട്ടുന്ന ഒരു കേസിനെയും നെഞ്ചോട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിലെടുക്കുന്ന ജനവിഭാഗമാണ്. അതുകൊണ്ട് ഇത് ഒരു തട്ടിപ്പാണെന്ന് എനിക്ക് ആദ്യമേ തന്നെ എൻ്റെ മനസ്സിലൊരു ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ വാർഡ് ബേസ് ചെയ്തുള്ള ഗ്രൂപ്പിൽ ഇത് പ്രചരിപ്പിച്ചില്ല. അങ്ങനെ പ്രചരിപ്പിക്കാതെ വന്നപ്പോൾ എൻ്റെ വാർഡിലെ പല ആളുകളും പല സമീപ പ്രദേശങ്ങളിലുള്ള വാർഡുകളിലെയും അതുപോലെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ മാത്യൂസ് വർക്കിയുടെ മെസ്സേജ് കണ്ടിട്ട് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ വാർഡിലേക്ക് മെസ്സേജായിട്ട് മെമ്പർ ഇടാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനെ എനിക്ക് പഞ്ചായത്തിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സർക്കുലറായി ഒരു അറിവ് ലഭിക്കാത്ത കാര്യത്തെക്കുറിച്ച് ഒരു ജനപ്രതി എന്ന നിലയിൽ ഞാൻ പ്രസിദ്ധീകരിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ടിത് പ്രചരിപ്പിച്ച ആളുകളുടെ കയ്യിൽ തന്നെ പൈസ കൊടുക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ ഇത് ഫോർവേഡ് ചെയ്തുമില്ല. എൻ്റെ വാർഡിൽ നിന്നും ഇത് തട്ടിപ്പിന് ഇരയായവരുടെ എണ്ണം വളരെ കുറവാണ്. എൻ്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്നത് അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളാണ്. നമുക്കറിയാം കുടുംബശ്രീയുടെ ജീവിത രീതിയും ജീവിതശൈലിയും സമ്പാദ്യവും ഒക്കെ. 4-5 സ്ത്രീകൾ ചേർന്ന് പൈസ വായ്പ എടുത്ത് പരസ്പരം സഹകരിച്ച് ആ വായ്പ അടച്ചു തീർത്ത് അടുത്ത വായ്പ എടുത്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വിഭാഗം പാവങ്ങളായ വീട്ടമ്മമാർ. ആ വീട്ടമ്മമാരും നമ്മുടെ അനന്തകൃഷ്ണൻ്റെ പാതിവില തട്ടിപ്പിൽ വീണിരിക്കുകയാണ്. ഈ കാണുന്നവർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇരകൾ. CDS മെമ്പറിൽ ഒരാളായ ബിന്ദു സജി നമ്മളോടൊപ്പം ചേരുകയാണ്. ഞാൻ
ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് CDS മെമ്പറാണ്. ഞാൻ CDSൽ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ കോർഡിനേറ്ററായ റീന തോമസ് ഞങ്ങളോട് ഈ വിവരം പറയണേ. ഇങ്ങനെ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. ഈ സ്കീമിലേക്ക് നിങ്ങൾ 250 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് അംഗത്വം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ പകുതി വിലയ്ക്ക് എത്തിച്ചു തരുന്ന ആ സംവിധാനത്തിലെ എൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് വിശദമായിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. അതും പ്രകാരം ഞാൻ ഒരു വാഹനം മേടിക്കണം, ഞങ്ങൾക്കൊരു കടയാണ്, അപ്പോൾ പോകാനും വരാനും ഒക്കെ എളുപ്പത്തിനും വേണ്ടിയിട്ട് വാഹനം എടുക്കണം എന്ന് ഇനി ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ആദ്യം ഒരു സ്കീം വന്ന സമയത്ത് കുറച്ച് വാഹനങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ പ്രമുഖരായ ആളുകളും റീന തോമസും വാഹനം കൈപ്പറ്റിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിരുന്നു എന്തേ ഞങ്ങളോട് പറയാതിരുന്നേന്ന് ചോദിച്ചു. പറഞ്ഞു കുറച്ച് വാഹനമേ ഉള്ളൂ 1ാം ഘട്ടത്തിൽ, അത് ആളായിപ്പോയി, അതുകൊണ്ട് ഇനി 2ാം ഘട്ടം വരുമ്പോൾ നിങ്ങളെ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. അതും പ്രകാരം നമ്മുടെ പഞ്ചായത്തിലെ റീന കോർഡിനേറ്ററാണ്, CDS മെമ്പറാണ്. റീന 1ാം ഘട്ടത്തിൽ വാഹനം കൈപ്പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറിന് കിട്ടി, അതുപോലെ വൈസ് പ്രസിഡൻറ്റിന് കിട്ടി, കുടുംബശ്രീയുടെ ചെയർപേഴ്സണ് കിട്ടി. ഇങ്ങനെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു, ഇവർക്കെല്ലാം വണ്ടി കിട്ടിയല്ലോ. അപ്പോൾ ഈ കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങളും ഇനി അടുത്ത ഘട്ടം വരുമ്പോൾ വാഹനം വാങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2024 ഏപ്രിൽ മാസത്തിൽ അരീത്രപ്പള്ളി നിൽക്കുമ്പോഴാണ് റീന പറയണേ, ബിന്ദു വാഹനത്തിൻ്റെ സ്കീം ഇന്നും കൊണ്ട് തീരുവാണ്, ഇന്ന് 2 മണിക്ക് മുമ്പിൽ പണം അടച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി വാഹനം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, ഡേറ്റ് തീരുവാട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അരീത്രപ്പള്ളിയിൽ നിന്ന് വന്ന വഴിക്ക് യൂണിയൻ ബാങ്കിൽ കയറിയിട്ട് എൻ്റെ കയ്യിൽ കിടന്ന വള യൂരി പണയം വെച്ചിട്ട് 60,000 രൂപ പൈസ അടച്ചു. അതിൻ്റെ റെസിപ്റ്റ് റീനയുടെ ഫോണിലേക്ക് എന്നെ ഇട്ട് കൊടുത്തു. പണം അടയ്ക്കാൻ വേണ്ടി റീനയാണ് ഞങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ തരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ അനന്തകൃഷ്ണനായിട്ടുള്ള കോൺടാക്റ്റ് ഒന്നുമില്ല, റീനയായിട്ടുള്ള കോൺടാക്റ്റാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. റീന തന്ന അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ പണം അടച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത് ഞങ്ങളിൽ പലരും ഒരു അക്കൗണ്ടിലല്ല വേറെ അക്കൗണ്ടിൽ വഴിയാണ് പണം അടച്ചിട്ടുള്ളതെന്നും. ഒരു അക്കൗണ്ടിലേക്ക് മാത്രമല്ല ഈ അറക്കുളത്തു നിന്നുള്ള ആളുകളുടെ പണം പോയിരിക്കുന്നത്. ഈ അനന്തകൃഷ്ണന് പല ബാങ്ക് അക്കൗണ്ട് നമ്പറുകളുണ്ട് എന്നറിയാൻ സാധിക്കുന്നതും ഈ ഇഷ്യൂ ആരംഭിക്കുമ്പോഴാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതാണ് കുറച്ചധികം കാര്യം ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് എഗ്രിമെൻറ്റിന് പോകുന്നത് 2024 മെയ് 2-നാണ്. മെയ് 2-ന് ഇടുക്കി IDA ഗ്രൗണ്ടിൽ വെരിഫിക്കേഷന് ചെന്ന് കഴിഞ്ഞപ്പോൾ റീന കോർഡിനേറ്ററാണെന്ന് പറയുന്നു. അവിടെ അനന്തകൃഷ്ണൻ സാറ് വലിയ നീണ്ട പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ ഈ വ്യക്തിനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഞങ്ങൾ ഫോണിൽ വിളിച്ചിട്ടില്ല, എടുത്തിട്ടില്ല. അപ്പം ഞങ്ങളോട് പണം അടയ്ക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ ഞാനും എൻ്റെ കുടുംബശ്രീ ഓഫീസിലുള്ള അക്കൗണ്ടൻ്റ് ലൈജ ബിജു എന്ന് പറയുന്ന ആൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു എന്നത്തേക്ക് ഇത്രയും പണം അടച്ചാൽ വാഹനം കിട്ടും. ചോദിച്ച അവസരത്തിൽ ഞങ്ങളോട് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വാഹനം കിട്ടും. അപ്പം ഞങ്ങളോർത്ത് നമ്മൾ ഏപ്രിൽ മെയ്യോടുകൂടി പൈസ അടച്ചാൽ ജൂൺ ജൂലൈ ആഗസ്റ്റോടുകൂടി ഞങ്ങളുടെ കയ്യിൽ വാഹനം എത്തുന്ന ഒരു സംവിധാനത്തിലാണ്. അങ്ങനെ ഒരു ഉറപ്പാണ് ഈ അവസരത്തിൽ റീന തോമസ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പം ആഗസ്റ്റ് മാസത്തിൽ നമുക്ക് സീഡിൻ്റെ ഒരു ഗ്രൂപ്പ് റീന ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാഹനങ്ങൾ പകുതി വിലയ്ക്ക് വാഹനങ്ങൾ ലഭ്യമാക്കി തരുന്ന സ്കീമിലെ കാര്യവിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് വന്ന ആഗസ്റ്റിൽ ഇനിയും വാഹനങ്ങൾ സ്റ്റോക്കുണ്ട്, ഇപ്പോൾ പണം അടച്ചാൽ 2ാം ഘട്ടം ആളുകൾക്ക് വാഹനം കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ പണം അടയ്ക്കുന്നവർക്കും വാഹനം കൊടുക്കും. അത് കേട്ട് കുറച്ച് ആളുകൾ ഈ ആഗസ്റ്റ് മാസത്തിലും പണം അടച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെപ്പോലുള്ളവർ ഈ ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും ആളുകൾക്ക് പണം നിങ്ങൾ അങ്ങോട്ട് അക്കൗണ്ടിലേക്ക് ഇടിയിച്ചു, അവർക്ക് കുറച്ച് പേർക്കെങ്കിലും വാഹനം കൊടുത്തതിന് ശേഷം പോരെ ഇനിയും 3ാം ഘട്ടം ആളുകളുടെ പൈസ വാങ്ങാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സ്റ്റോക്കുണ്ട്, ഇപ്പോൾ ഉടനെ തന്നെ കൊടുക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു ആഗസ്റ്റ് പോയി ഒക്ടോബർ 1-ന് ഈ ഫസ്റ്റ് ഇഷ്യൂ മൂവാറ്റുപുഴ ആരംഭിക്കുന്ന അവസരത്തിൽ റീനയോട് തന്നെ ഞങ്ങൾ ചോദിച്ചു, റീന എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, ഇങ്ങനെയൊക്കെ ഇഷ്യൂ വരുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് വാഹനം കിട്ടുമോ, ഞങ്ങളുടെ പൈസ പോയതാണോ, എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം പൈസ അടച്ചിട്ട് ഒരു 10 മാസത്തോളം ആയല്ലോ. അപ്പം റീന പറഞ്ഞു ഒരു കുഴപ്പമില്ല. അതിൽ ഈ ഒരു കാര്യം ഇടയ്ക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ ഒക്ടോബർ 8-ാം തീയതി തടിയമ്പാട് 200 രൂപയുടെ മുദ്രപത്രം വാങ്ങി ഇതിൻ്റെ എഗ്രിമെൻ്റ് ഒപ്പിടാനായിട്ട് ചെല്ലാൻ ഞങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങൾ 200 രൂപയുടെ എഗ്രിമെൻറ്റ് മേടിച്ചു. മാട്ടറും അടിച്ച് തടിയമ്പാട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 500 രൂപ നോട്ടറി ഫീസും കൊടുക്കാനായിട്ട് കരുതിക്കൊണ്ട് നിങ്ങൾ വരണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇവർ പോകുമ്പോഴൊക്കെ ഒരു ട്രാവലർ ബുക്ക് ചെയ്യും. ഞങ്ങളോട് പറയും 300-400 വണ്ടിക്കൂലി എല്ലാവരും കൊടുത്താൽ മതി എന്ന് പറയുന്നു. ഞങ്ങൾ ആ ഒരു വണ്ടിക്കൂലിയും കൊടുത്ത് ആ സ്ഥലത്ത് ചെല്ലുന്നു. മുദ്രപത്രം മേടിച്ചു, മാട്ടർ അടിച്ചു, നോട്ടറി ഫീസ് 500 കരുതി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നേരെ വണ്ടി കമ്പനിക്കാർ ഫ്രണ്ടിൽ ഞങ്ങളെ ക്യാൻവാസ് ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും വെച്ചിരിക്കുന്ന വണ്ടി ഏതാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആക്റ്റീവയ്ക്കാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആക്റ്റീവ സ്റ്റോക്ക് കുറവാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി മാറ്റിയെടുക്കാം. ആക്സിസിൻ്റെ വണ്ടിയുണ്ട്, സുസുക്കിയുടെ ഉണ്ട്, അബിനൂസിൻ്റെ വണ്ടിയുണ്ട്. ഈ വണ്ടികളിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരമുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പേര് അടുത്ത മാസം വണ്ടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്തവരും ഉണ്ട്. അതിന് ചേഞ്ച് ചെയ്തു. അപ്പം നമുക്കൊരു ക്യാഷ് റെസീപ്റ്റ് അവർ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് തരുന്നുണ്ട്. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇതിൻ്റെ ക്യാഷ് റെസിപ്റ്റ് വാങ്ങാനായിട്ട് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ സ്റ്റാഫ് കമ്പ്യൂട്ടറിന് മുമ്പിൽ നിരന്നിരിക്കുന്നുണ്ട്. അപ്പം ഞാനല്ല, എൻ്റെ ഫ്രണ്ടാണ് ചോദിക്കുന്നത്, ഞങ്ങളിപ്പോൾ പണം അടച്ചിട്ട് ഏകദേശം 8-9 മാസം കഴിഞ്ഞല്ലോ, ഇനി വണ്ടി കിട്ടാൻ താമസം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതെന്താ അത്രയും താമസിക്കുന്നത്? ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് 2 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ വണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇത്രയും ലേറ്റ് ആകുമെന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ പൈസ അടയ്ക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ലൈജയുടെ ആധാർ എടുത്തിട്ട് പുള്ളിക്കാരി എറിഞ്ഞു, അടുത്ത ടേബിളിലേക്ക് പോയി വീണു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പറയുന്ന തുക അടച്ചിട്ട് വന്ന് നിൽക്കുന്നവരാണ്, കസ്റ്റമേഴ്സാണ്, ഞങ്ങളോട് ഇത്തിരി കൂടി മാന്യമായിട്ട് ഇടപെടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാർ പറഞ്ഞു ഇപ്പം തന്നെ നിങ്ങൾക്ക് റീഫണ്ടെന്ന് പറഞ്ഞു. പക്ഷെ റീഫണ്ട് തന്നില്ല. അവിടുന്ന് ബ്ലോക്ക് മെമ്പർ, അവിടുത്തെ ഇടുക്കിയുടെ ബ്ലോക്ക് മെമ്പർ ആലീസ് എന്ന മെമ്പർ അപ്പോഴത്തേക്ക് ഓടിയ സ്ഥലത്തെത്തി. പിള്ളേരെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങളുടെ പ്രശ്നം ഞാൻ ഡിസംബർ 31 കൈകാര്യം ചെയ്തു തരും, നിങ്ങൾക്ക് വണ്ടിയും തരും, എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നിട്ട് റീനയെ വിളിക്കുമ്പോഴെല്ലാം റീന വല്ലാതെ ഞങ്ങളെ ഷൗട്ട് ചെയ്യും, നിങ്ങൾക്ക് മാത്രമുള്ളല്ലോ ഇത്ര തിടുക്കം കൂട്ടുന്നവർ, പല പഞ്ചായത്തുകളിലും വണ്ടി കിട്ടാത്തവർ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറൊരാവശ്യത്തിന് MG യൂണിവേഴ്സിറ്റി പോയ സമയത്താണ് ഇവിടെ ഇങ്ങനെ വാഹന തട്ടിപ്പുമായിട്ട് വാർത്തകൾ വരുന്നത്. അപ്പം ഞാൻ വന്നതിന് ശേഷം റീന തോമസിനെ വിളിച്ചിട്ട് ചോദിച്ചു, റീന ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, എന്താ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, 2 മാസം കൊണ്ട് വണ്ടി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വണ്ടി വരാൻ ഇനിയും താമസിക്കും, വണ്ടി എല്ലാവർക്കും കിട്ടും ഉറപ്പാണെന്ന് തന്നെയാണ് പുള്ളിക്കാരി പറയണേ. നിരന്തരം ഗ്രൂപ്പിലേക്ക് ഓരോ മെസ്സേജ് ഇടും. ഞാൻ പറഞ്ഞു എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല, ഞങ്ങളൊക്കെ നിന്ന നിപ്പിൽ 56,000 60,000 രൂപ തുകകൾ അടച്ചവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റേതായ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഈ 60,000 രൂപ ബാങ്കിൽ കിടന്നാൽ തന്നെ ഞങ്ങൾക്ക് പലിശ കിട്ടും, അതുകൂടാതെ 500 ഇവർ ചോദിക്കുന്ന തുകകളൊക്കെ ആവശ്യങ്ങൾക്ക് കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യുന്നതിൽ വല്ല ഇത് സത്യാവസ്ഥയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാർ പറഞ്ഞു എനിക്ക് ഇത്ര അറിയുള്ളൂ, നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലല്ലല്ലോ പണം അടച്ചത്, അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്നെപ്പോലെ പല ആളുകളോടും ഈ ഒരു പോയിന്റ് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് മുന്നോട്ട് കേസ് നടത്തിക്കൊണ്ട് പോകാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ടായിരിക്കാം, ആ ഒരു പിൻബലത്തിലായിരിക്കാം ഇതുപോലെ എന്നെപ്പോലുള്ള ഒട്ടനവധി അമ്മമാരും സ്ത്രീകളും അടങ്ങുന്നവരോട് ഒരു ഗ്യാങ്ങിനോട് തന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ ഇതേപോലെ നമ്മളെ മുഷിപ്പിക്കുന്ന രീതിയിൽ, അല്ലെ ഇനി വീണ്ടും പുള്ളീനെ വിളിക്കാൻ താല്പര്യപ്പെടില്ല നമ്മളാരും, ആ രീതിയിലാണ് പുള്ളിക്കാരി ഞങ്ങളോട് സംസാരിച്ചത്. ഈ അറക്കോളം പഞ്ചായത്തിലെ ഈ കുടുംബശ്രീ അംഗങ്ങൾ ഇങ്ങനെ ചതിക്കുഴിയിൽ വീഴാൻ കാരണം ഇവിടുത്തെ CDS മെമ്പറായിട്ടുള്ള റീനയാണെന്നാണ് ഇവർ പറയുന്നത്. റീന ഇപ്പോൾ പറയുന്നത് എനിക്ക് അതിനകത്ത് പങ്കില്ല എന്നും പറയുന്നു. എന്നാൽ ഇവരുടെ മെമ്പർഷിപ്പ് തുകയായ 320 രൂപ ഒരാളിൽ നിന്ന് വാങ്ങിച്ചിട്ട് രസീത് കൊടുത്തത് റീനയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു കോൺസ്പിറസി ഉണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട്. സാധാരണഗതിയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഗൂഢാലോചന കുറ്റകരമാണ്. അതും കൂടെ ഇത് കാണുന്ന അധികാരികൾ ശ്രദ്ധിക്കപ്പെടണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഷെക്കീന TVക്ക് വേണ്ടി ജാക്സൺ തോട്ടുങ്കൽ.